കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ മത്സര ചിത്രം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്ന ഇന്ത്യ വേഴ്സസ് NDA അതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന അസമാണ്. തീർത്തും സങ്കീർണമാണ് അസമിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ പട്ടികയുമൊക്കെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമാകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് അസം. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തോട്ടം തൊഴിലാളികളുടെ വലിയ സാന്നിധ്യമുള്ള സംസ്ഥാനം കൂടിയാണിത്. ആകെ 14 ലോക്സഭാ സീറ്റുകളാണ് അസമിലുള്ളത്. അതിൽ 5 എണ്ണത്തിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. രണ്ടാം ഘട്ടം കേരളത്തിനൊപ്പം രണ്ടാം ഘട്ടത്തിൽ 5 സീറ്റുകളിൽ കൂടി വോട്ടെടുപ്പ് നടക്കും. ബാക്കി സീറ്റുകളിൽ മെയ് 7-നാണ് പോളിംഗ് നടക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 9 സീറ്റിൽ അസമിൽ ജയിച്ചത് BJP ആണ്. കോൺഗ്രസ് 3 എണ്ണത്തിൽ ജയിച്ചു. AIUDF ബദറുദ്ദീൻ അജ്മൽ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന AIUDF 1 സീറ്റ് നേടി. ഒരിടത്ത് സ്വതന്ത്രനാണ് വിജയിച്ചത്. 9 സീറ്റുകൾ 2024 നിലനിർത്താൻ BJPക്ക് ആകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം ഉള്ളത് ശ്രീജിത്ത് ദിവാകരനാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ശ്രീജിത്ത്, എന്താണ് തോന്നുന്നത്? ഈ 2019 9 സീറ്റ് എന്നുള്ളത് BJPക്ക് നിലനിർത്തുക അത്ര എളുപ്പമാണോ ഇക്കുറി അസമിൽ? അസമിൽ ഇത്തവണ നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ വളരെ സങ്കീർണമാണ് തെരഞ്ഞെടുപ്പ്. പക്ഷെ നിലവിലുള്ള ഒരു 9 സീറ്റ് 12 വരെ ആക്കും എന്നുള്ളതാണ്, ഒരു നിലനിർത്തുന്നത് മാത്രമല്ല 12 വരെ ആക്കും എന്നുള്ളതാണ് ഇപ്പൊ അസം മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ അവകാശപ്പെടുന്നത്. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് അപ്പർ ആസാമിലാണ്. അവിടുത്തെ 5 മണ്ഡലങ്ങള്. അതിൽ സോണിത്പൂര് പഴയ തേജ്പൂരാണ്. ദിബ്രുഗഡ്, ലഖിംപൂര്, ജോർഹാഡ്, കാസിരംഗ പഴയ കാലിയാബോർ. ഇത് അസമിന്റെ ഒരു അസമീസ് ഹാർട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. അതില് ഈ കാസിരംഗ ഒഴിച്ച് എല്ലാ സ്ഥലത്തും, അതായത് പഴയ കാലിയാബോർ ഒഴിച്ചുള്ള എല്ലാ സ്ഥലത്തും BJP 2019 ജയിച്ചതുമാണ്. ഈ 10 വർഷങ്ങൾക്കിടയിൽ ഈ പ്രദേശത്തെല്ലാം BJP വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവർ ശക്തിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു പ്രവർത്തന മൂലധനമായിരുന്നത് മാറിയത് പഴയ അസം ഗണപരിഷത്തിന്റെ പ്രവർത്തകരെല്ലാം ഇപ്പൊ BJPയിലേക്ക് പോന്നിട്ടുള്ളതുമാണ്. ഈ ഒരു വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ അവര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP കൊടുത്തിരുന്നു. അതിലൊരു ഭാഗം പോലും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പൊ തേയില തൊഴിലാളി മേഖലയെ കുറിച്ചിട്ട് രാജീവ് പറഞ്ഞു. അതാണ് അവിടുത്തെ ഏറ്റവും ശക്തമായിട്ട് ആ തെരഞ്ഞെടുപ്പില് BJPക്ക് ഒപ്പം നിന്നിട്ടുള്ള ഒരു മേഖല. അവിടെ ഈ ട്രൈബ്സ് എന്ന് പറയുന്ന 6 സമൂഹങ്ങളുണ്ട്. അവരിപ്പം നിലവില് ഈ പിന്നോക്ക ജാതി OBC എന്നിട്ടുള്ള പട്ടികയിലാണുള്ളത്. അവരെ SC സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്നുള്ളത് വളരെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള, വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. 2019 തെരഞ്ഞെടുപ്പിൽ BJP അതിനെ പിന്തുണച്ചിരുന്നു. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദ്യ ഘട്ടത്തിലെ മൊത്തം ഒരു വോട്ടിംഗ് ശതമാനത്തിൽ, അല്ലെങ്കിൽ സമ്മതിദാന അവകാശമുള്ളവരുടെ ഏതാണ്ട് 40% തന്നെ ഈ തേയിലത്തോട്ട തൊഴിലാളികളും അവരുൾപ്പെടുന്ന ട്രൈബുമാണ്. അത് 2019 BJPക്ക് അനുകൂലമായിരുന്നു. ഈ താഴ്വര, ഈ ബ്രഹ്മപുത്ര താഴ്വരയല്ല, ഇവിടുത്തെ ഈ ആളുകളുടെ ഈ തൊഴിലാളികളുടെ ദിവസക്കൂലി ഇപ്പൊ 250 രൂപയാണ്. 2019 മുമ്പ് അത് 169 രൂപ മാത്രമായിരുന്നു. അത് 350 ആക്കി ഉയർത്തുന്നതായിരുന്നു BJPയുടെ വാഗ്ദാനം. 250 ഒക്കെ ആക്കി തൽക്കാലം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ അപര്യാപ്തമാണെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അതിന്റെ ഒരു അവസരം മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് അത് വർദ്ധിപ്പിക്കുന്നു, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് അവിടെ വളരെ കാര്യമായിട്ട് പ്രചരണം നടത്തുകയും അവരായിരുന്നു ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ നൽകിയത്. അതേപോലെ തന്നെ ആദിവാസി പദവിയും ഈ പറയുന്ന 6 വിഭാഗങ്ങൾക്ക് നൽകുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതത്ര എളുപ്പമായിരിക്കില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം 1968 മുതൽ ഈ SC സ്റ്റാറ്റസ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നതാണ്. അത് പല ഘട്ടത്തിലും നടന്നിട്ടുമില്ല. അതേസമയം BJP ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, ദിവസക്കൂലി മെച്ചപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും ആ പ്രദേശത്തേക്കുള്ള റോഡുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, അവിടെ ഈ ആസ്പത്രി സൗകര്യങ്ങൾ, ഇവിടെ ആരോഗ്യരക്ഷ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ കോൺഗ്രസും BJP വിമർശകരും പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത് തോട്ടം മുതലാളിമാർക്കാണ്, അല്ലാതെ തൊഴിലാളികൾക്കല്ല
ഗുണകരമായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കാരണം തന്നെ ഈ പ്രദേശത്തെ ഈ ആദിവാസി പദവി എന്ന് പറയുന്ന ഈ ഭാഗത്ത് ജനങ്ങളുടെ ഒരു ജന്മാവകാശം ഒരു വലിയ പ്രശ്നമാണ്. അതിന്റെ ഒരു വൈകാരികത വളരെ പ്രധാനമാണ്. അത് എത്രമാത്രം കോൺഗ്രസ് മുതലെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. പോളിംഗ് ശതമാനം ഈ മേഖലയിൽ കുറവായിരുന്നു എന്നുള്ളത് ബി ജെ പിയുടെ സ്വാഭാവികമായിട്ട് നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ ഒരു പ്രതീക്ഷ മുഴുവൻ അവരുടെ ഈ വെൽഫെയർ സ്കീമുകളിലാണ്. ഇപ്പൊ ആയുഷ്മാൻ ഭാരത്, ഈ പോഷി സ്കീം, ജൻജീവൻ അഭിയാൻ, അതേപോലെ ഈ ആവാസ് യോജന തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ മേഖലയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഒരു PM സ്വനിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അതായത് ഈ അവിടുത്തെ ഈ നമ്മുടെ റോഡ് വെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തിരുവച്ചവടം നടത്തുന്ന പെട്ടിക്കട അതൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈടില്ലാതെ വായ്പ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതും അത്യാവശ്യം മറ്റേ എഫക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്നുള്ളതാണ് ഈ ഹേമാന്ത് വിശ്വശർമ്മയുടെയൊക്കെ മുഴുവൻ പ്രസംഗത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലെല്ലാം പുള്ളി ആവർത്തിക്കുന്ന ഒരു കാര്യം. അതേപോലെ ഈ സ്ത്രീ വോട്ടർമാര് അനുകൂലമാകും എന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം അവരുടെ ഒരു സോക്കോൾഡ് ദേശീയ തലത്തിലുള്ള കാര്യങ്ങളിലുള്ള ഒരു ഊന്നലാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നാമത്തെ ലോക്സഭാ ഇലക്ഷനും അതിനിടയിൽ നിരവധി മറ്റേ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഇതേ മോഡി പ്രതിച്ഛായയും ഇതേ ദേശീയ കാര്യവും തന്നെയാണ് BJP ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം അവർക്ക് ഗുണകരമാണ്? കാരണം ഇത് എത്രമാത്രം തുടർന്ന് നിങ്ങൾ ഈ വിഷയം തന്നെ ആവർത്തിക്കാൻ പറ്റും എന്നുള്ളത് വലിയ പ്രശ്നമായിരിക്കും. അത് കാരണം തന്നെ ഈ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ, അത് ഇന്ത്യയിൽ പലയിടത്തും നമുക്ക് ശ്രദ്ധിച്ചറിയാം. അത് അസമിലും സംഭവിച്ചിട്ടുണ്ട്. വിലക്കയറ്റം വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഉടനീളം വലിയ ചർച്ചയുമാണ്. അത് അസമിൽ വളരെ ചർച്ചയാണ്. ഈ അസമിലെ ഈ ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനിടയിൽ നടത്തിയിട്ടുള്ള പല സർവേകളിലും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയായിട്ടുള്ള ഒരു വികാരമായിട്ട് ഈ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിനും BJPയോടും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നാഷണൽ ഏജൻസികള്, വാർത്താ ഏജൻസികളും അതേപോലെയുള്ള മറ്റേ മീഡിയ പോലും അസമിലെ കോളേജുകളിൽ നടത്തിയിട്ടുള്ള സർവേയില് ഈ കാര്യം വളരെ വ്യക്തമാണ്. ഈ 2002 അസമിലൊരു സാമ്പത്തിക സർവേ പറയുന്നത് അവിടുത്തെ എംപ്ലോയ്മെന്റ് രജിസ്റ്ററിൽ പേര് നൽകി കാത്തിരിക്കുന്നത് 10 ലക്ഷം പേരാണുള്ളത്. അതിന് തൊട്ടു മുമ്പത്തെ വർഷം അത് 1.5 ലക്ഷം മാത്രമായിരുന്നു ഓർക്കണം. അപ്പൊ ആ വ്യതിയാനങ്ങളും കാര്യങ്ങളും എല്ലാം ഇത്തരം പ്രാദേശിക വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു പക്ഷെ പ്രതിസന്ധിയായിട്ട് മാറുന്നതും അല്ലെങ്കിൽ ഒരു വലിയ വിഷയവും പൗരത്വ നിയമം തന്നെയായിരിക്കും. റൈറ്റ്. ഇപ്പോൾ BJP ഇക്കുറി അസം ഗണപരിഷത്ത് BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് കുറേയായി. അസം ഗണപരിഷത്തിനെ കുറിച്ച് നമ്മളൊക്കെ രാഷ്ട്രീയം വായിച്ചു തുടങ്ങുന്ന കാലത്ത് പ്രഫുല്ലകുമാർ മൊഹന്ത അസം ഗണപരിഷത്തിൻ്റെ നേതാവായിട്ട് അസമിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് ഒരു വലിയ സംഭവമായിട്ട്, ഒരു വലിയ രാഷ്ട്രീയ സംഭവമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഒരുപക്ഷെ ശ്രീത്തും ഓർക്കുന്നുണ്ടാവും. അസം ഗണപരിഷത്ത് BJPയുടെ ഒരു സഖ്യകക്ഷിയാണ്. യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ, ഇതാണ് NDAയിലുള്ള മൂന്നാമത്തെ ഘടകകക്ഷി. 2019 ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് ആയിരുന്നു BJPയുടെ NDAയിലുണ്ടായിരുന്ന മൂന്നാമത്തെ പാർട്ടി. അവരിത്തവണ BJPയുടെ ഒപ്പമില്ല. BJP 11 സീറ്റിൽ മത്സരിക്കുന്നു. അസം ഗണപരിഷത്ത് 2 സീറ്റിൽ മത്സരിക്കുന്നു. UPPL 1 സീറ്റിൽ മത്സരിക്കും. ഇങ്ങനെയാണ് സീറ്റ് വിഭജനം നടന്നത്. ഇപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന അപ്പർ ആസാമിനെ കുറിച്ച് ശ്രീജിത്ത് സംസാരിച്ചു. അവിടുത്തെ 5 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJPയാണ് മത്സരിച്ചത്. അസമിലെ തദ്ദേശീയരും പട്ടികവിഭാഗങ്ങളൊക്കെയാണ് ഇവിടെ അധികം ഉള്ളത്. ഈ പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരാണ് തദ്ദേശീയർ. ഈ പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരാണ് തദ്ദേശീയർ എന്നുള്ളത് BJPയെ സംബന്ധിച്ച് എത്രമാത്രം വലിയ വെല്ലുവിളിയാണ്? ഇപ്പം പൗരത്വ നിയമ ഭേദഗതി വലിയ പ്രശ്നമാണ് എന്തായാലും. അത് നമ്മൾ നേരത്തെയും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉയരുന്ന ഒരു വാദമല്ല അസമില് ഉയരുന്നത്. അത് ഈ കുടിയേറ്റത്തിനും കുടിയേറിയ മനുഷ്യർക്ക് പൗരത്വം നൽകുന്നതിന് പൊതുവെ അവരെതിരാണ്. അവർ കുടിയേറ്റത്തിന്, അത് കാരണം തന്നെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകാത്തത് മാത്രമല്ല സർവർക്കും പൗരത്വം നൽകാത്തത് അവർക്ക് പ്രശ്നമാണ്. അത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ഈ അസമിലെ കുടിയേറ്റ വിരുദ്ധത എന്നത് മുസ്ലിം കുടിയേറ്റ വിരുദ്ധതയായിട്ട് മാറ്റാനായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ അകത്തു നിന്ന് തന്നെ അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിയമം BJPക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അവരുടെ ഒരു വിചാരം. പക്ഷെ ഈ പൗരത്വ നിയമത്തിനെതിരെ ഈ തുടരുന്ന ഒരു ഇതിന്റെ സമരങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് അത്ര ശുഭകരമായിരിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു
കുടുംബങ്ങൾക്ക് ഈ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് പൊതുവെ അവിടെ പല ഹിന്ദു കുടുംബങ്ങൾക്കും ഭീഷണിയാണ്. ഇപ്പൊ NRC നിന്ന് പുറത്തു പോകുന്ന ഹിന്ദുക്കൾക്ക് അവർക്ക് തിരിച്ച് CAA വഴി പൗരത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് എന്ന് പറഞ്ഞിട്ടുള്ള നുണ പറയേണ്ടി വരും. അത് വലിയൊരു പ്രതിസന്ധിയാണ്. മാത്രമല്ല അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അസമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. കാരണം അവർക്കെതിരെയുള്ള ഒരു വികാരമാണ് അസമിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ വികാരം. അപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ പോലും ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് എന്ന് പറഞ്ഞിട്ട് പൗരത്വം നേടുക എന്നുള്ളതെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭീഷണിയാണ്. അത് കാരണം തന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് പൗരത്വ നിയമം ഇവിടെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെ അസം ഗണപരിഷത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഈ ആസമില് 2014 വരെ BJPക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ മറ്റേ 90കളുടെ പകുതി വരെ അങ്ങനെ ഒരു പാർട്ടി തന്നെ അവിടെ ഉണ്ടായി കാണില്ല. ഇപ്പൊ ബംഗ്ലാദേശ് കടന്നുകയറ്റത്തിനെതിരെ ആദ്യകാലത്ത് പ്രക്ഷോഭം മുഴുവൻ നയിച്ചിരുന്നത് ഈ ആൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ അവരുടെ രാഷ്ട്രീയ കക്ഷിയായിട്ട് ഉടലെടുത്തിട്ടുള്ള സംഘടന പരിഷത്തുമാണ്. ഇപ്പൊ നമ്മൾ അറിയാവുന്ന പോലെ തന്നെ ഈ നല്ലി വംശഹത്യയുടെ സമയത്തല്ലാതെ ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ ഒന്നും അതിന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പൊതുവെ കുടിയേറ്റത്തിനെതിരായിരുന്നു. അതാണ് ഈ പറയുന്ന 1983 ഫെബ്രുവരി 18 വെളുപ്പിന് ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം കൊണ്ട് ആയിരക്കണക്കിന് പേരെ കൊന്ന ഈ നല്ലി വംശഹത്യയായിട്ട് മാറിയത്. അത് സെൻട്രൽ അസാമിലെ ഈ നവഗാവ് ജില്ലയിലെ 14 ഗ്രാമങ്ങളിലായിട്ടാണ് ഈ മുസ്ലിങ്ങളെ, ഈ ബംഗാളി സ്പീക്കിംഗ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ കൊല്ലുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററി അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നത് ഈ കുടിയേറ്റം തന്നെയായിരുന്നല്ലോ. അപ്പൊ തദ്ദേശീയ ജനതയും ബംഗാളിൽ നിന്ന് കുടിയേറുകയും തമ്മിലൊരു സംഘർഷം എല്ലാ കാലത്തും അവിടെ നിൽക്കണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളി മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നൽകാനായിട്ട് ഇന്ദിരാഗാന്ധി ഒരു തീരുമാനമെടുക്കുകയും അതിന്റെ ഒരു സംഘർഷത്തിന്റെ അവസാനം ഉണ്ടാവുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം വാജ്പേയിയുടെ വിദ്വേഷ പ്രസംഗമൊക്കെ ആയിരുന്നു. BJP രൂപവൽക്കരിച്ചിട്ട് 3 വർഷമായിട്ടുണ്ടായുള്ളൂ. സംഘടനയുടെ സ്ഥാപക അധ്യക്ഷനായിരുന്നു വാജ്പേയി അന്ന് അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ പ്രചരണത്തിനിടയിലാണ് ഈ നുഴഞ്ഞേറ്റക്കാരും വിദേശികളുമായിട്ടുള്ള ബംഗാളി മുസ്ലിങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിദേശികൾ ഇങ്ങനെ കടന്നു കയറിയിട്ടും സർക്കാർ മറ്റേ കർത്തവ്യമൂഢരായിട്ടിരിക്കുകയാണ്. അവര് പഞ്ചാബിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇവരെല്ലാം അരിഞ്ഞു തള്ളി കഷ്ണമായിട്ട് നുറുക്കി വലിച്ചെറിയുമായിരുന്നു എന്ന് പറയുന്ന അതിക്രൂരമായിട്ടുള്ള വിദ്വേഷ പ്രസംഗം നടക്കുകയും അതിനുശേഷമാണല്ലോ ഈ നെല്ലി അടക്കമുള്ള ഗ്രാമങ്ങളിൽ കലാപം ആരംഭിക്കുകയും ചെയ്തത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസും അസം ട്രൈബ്യൂണും ABC തുടങ്ങിയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ നിന്നുള്ള ജേർണലിസ്റ്റുകളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവരുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഈ വംശഹത്യ നടന്നത്. എന്നിട്ട് പോലും സംഭവത്തിൽ ഇന്നേ വരെ ഒരാളെ പോലും ശിക്ഷിക്കുകയോ കേസൊന്നും മുന്നോട്ട് പോവുകയും ചെയ്തില്ല. അപ്പൊ ആ വംശഹത്യയുടെ നടത്തിപ്പുകാരായിട്ടുള്ള ഈ അസം ഓൾ അസം സ്റ്റുഡൻസ് യൂണിയന്റെ അന്നത്തെ നേതാവായിട്ടുള്ള പ്രഫുൽ കുമാർ മോഹൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചു, മന്ത്രിമാരായി, അവർ മുഖ്യമന്ത്രിയായി. ഇപ്പൊ അതിൽ ഏതാണ്ട് മിക്കവാറും ആളുകൾ BJPയുടെ ഭാരവാഹികളുമാണ്. പക്ഷെ എന്നിട്ടും ഈ പറയുന്ന 90കൾ വരെ BJPക്ക് അത്ര വലിയ പ്രസക്തി ഒന്നും ഉണ്ടായില്ല. ഇപ്പം ശേഖർ ഗുപ്ത കഴിഞ്ഞ ദിവസം പ്രിന്റില് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ RSS ആണ് അതിനുശേഷം RSSന്റെ ഒരു പ്രവർത്തനമാണ് അസമില് ഈ BJPയെ വളർത്തിയത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള സകല ബംഗാളി കടന്നുകയറ്റക്കാർക്കെതിരെ ഒരേപോലെ വിദ്വേഷം അവിടെ അസമീസിന് ഉണ്ടായിരുന്ന അവരുടെ ഈ വംശീയ അഭിമാനത്തെ അല്ലെങ്കിൽ ഈ പ്രാദേശിക വൈകാരികതയെ ഈ മുസ്ലിം വിരുദ്ധ മനോഭാവമാക്കി മാറ്റിയതിൽ RSS വളരെയധികം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഒരു പൊതുവികാരം മുഴുവൻ മുസ്ലിം കുടിയേറ്റക്കാരോടുള്ള വികാരമായിട്ട് ഇത് മാറുകയും ചെയ്തു. ഇപ്പൊ 2014 വരെ മിക്കവാറും പാർലമെന്റ് സീറ്റിൽ BJPക്ക് സ്വന്തം സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോ അസു അല്ലെങ്കിൽ ഈ ഈ അസം സ്റ്റുഡൻസ് യൂണിയന്റെ അസം ഗണപരിഷത്തിന്റെയും മുൻകാല പ്രവർത്തനങ്ങൾ തന്നെയാണ് BJP സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. പതുക്കെ BJP പലയിടത്തും ഈ അഭയം തന്ന പാർട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു സ്വഭാവം BJPക്ക് വളരെ കാലമായിട്ട് ഉണ്ട്. അതിപ്പോ ഒരു പരാതി ജീവിയെ പോലെ BJP പലയിടത്തും അങ്ങനെ വളർന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് അങ്ങനെ സംഭവിച്ചത് നമുക്ക് കാണാം. പഞ്ചാബില് അകാലിദളിനോട് അവരങ്ങനെ ചെയ്ത് കാണാം. ആ രീതി ഇവിടെയും AGPയിൽ നമുക്ക് കാണാം. ഇപ്പൊ AGPയുടെ അവിടുത്തെ ഒരു കാലത്ത് വലിയ നേതാവായിരുന്ന ഈ സർബാനന്ദ സോണോവാള് ഇപ്പോ BJPയുടെ അവിടുത്തെ വളരെ നേതാവാണ്. AGPയിൽ നിന്ന് അസം
സ്റ്റുഡൻസ് മറ്റേ യൂണിയനിൽ നിന്ന് തുടങ്ങി കോൺഗ്രസിലെത്തി കോൺഗ്രസിന്റെ വലിയ നേതാവായിട്ട് മാറിയ ഈ ഹിമാന്ത ബിശ്വ ശർമ്മയും മറ്റേ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ബി ജെ പിയുടെ നേതാവാണ്. ഇപ്പൊ സർബാനന്ദ് സോണോവാള് ബി ജെ പിയിലേക്ക് വന്നത് വളരെ സ്വാഭാവികമായിട്ട് വന്നതാണെങ്കിൽ ഈ മറ്റേ ഹിമാന്ത ബിശ്വ ശർമ്മ എങ്ങനെയാണ് ബി ജെ പിയിൽ എത്തിയത് നമുക്കറിയാം. പുള്ളി പറഞ്ഞ ഈ ശാരദ ചിറ്റ് ഫണ്ട് കേസിൽ, അഴിമതി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ട് നീങ്ങുന്ന സമയത്ത് ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിലൂടെ കടന്നു പോവുകയും അങ്ങനെ ബി ജെ പിയിൽ എത്തുകയും ഇപ്പോൾ കേസൊന്നുമില്ല. മാത്രമല്ല വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ സമ്പന്ന നേതാവ്, അവിടുത്തെ ഒരു അമിത്ഷായുടെ വലിയ പ്രതിനിധിയായിട്ട് മാറി. എന്തിനിപ്പോ പറയണ കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്താൻ പോലും ശേഷി മറ്റേ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുണ്ട് എന്നാണ് അദ്ദേഹം ഏതായാലും അവകാശപ്പെടുന്നത്. ഈ പറയുന്ന ഒരു ചരിത്രം കൂടി ഉണ്ട്. നമ്മൾ ഈ പൗരത്വ ബില്ല് വരുമ്പോൾ അതിന്റെ ഒരു ബെനിഫിഷ്യറീസ് തങ്ങളാകും എന്ന് ബി ജെ പിക്ക് വിശ്വസിക്കാനുള്ള ഒരു അങ്ങനെയുള്ള ഈ ചരിത്രവും കൂടി അതിനൊരു ധൈര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്. നമ്മൾ ഈ കുറച്ചുകൂടെ സ്പെസിഫിക് ആയി പോയി കഴിഞ്ഞാൽ അപ്പർ ആസാമിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. അവിടെ കലിയാബോറിലായിരുന്നു 2019 കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയ് 2 ലക്ഷം വോട്ടിലതിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചത്. പക്ഷെ മണ്ഡല പുനർനിർണ്ണയം ഉണ്ടായതിനിടയിൽ കലിയാബോറില്ലാതായി പകരം വന്നത് കാസിരംഗയാണ്. ഗൗരവ് ഗൊഗോയ് ജോർഹട്ടിലേക്ക് മാറി. കോൺഗ്രസിൻ്റെ സാധ്യത ഇല്ലാതാക്കുന്നതാണോ ഈ പുനർനിർണ്ണയം? അതിനു വേണ്ടിയിട്ടാണോ ഈ പുനർനിർണ്ണയം സംഘടിപ്പിച്ചതിന്? അല്ല, പുനർനിർണ്ണയം ബേസിക്കലി വന്നത് ഈ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം അഥവാ ഉൾഫ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുമായിട്ടുള്ള ഒരു സമാധാന കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ പുനർനിർണ്ണയം നടന്നത്. പക്ഷെ അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളൊരു കൃത്യം ബി ജെ പി ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ ബ്രഹ്മപുത്ര താഴ്വരയിലെ ഒരു തദ്ദേശീയ ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്കും തനത് അസാൻ സമൂഹങ്ങൾക്കുമായിട്ട് ഏതാണ്ട് 96 നിയമസഭാ മണ്ഡലങ്ങൾ രൂപവൽക്കരിക്കുകയായിരുന്നു മണ്ഡല പുനർനിർണ്ണയത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ബി ജെ പിയും അവകാശപ്പെടുന്നത്. അത് പക്ഷെ ഈ പുനർനിർണ്ണയം മുഴുവൻ സ്വാഭാവികമായിട്ടും ബി ജെ പി അത് തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഇപ്പൊ പഴയ കലിയാബോർ സീറ്റ് ഇല്ലാതാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ വേറൊരു തരത്തിൽ വലിയ ലക്ഷ്യമാണ്. കാരണം എന്താണ്, 3 പതിറ്റാണ്ടായിട്ട് തരുൺ ഗൊഗോയ്, ദീപ് ഗൊഗോയ്, ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന ഈ ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെ, കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് വൻ ഭൂരിപക്ഷത്തിൽ ഈ കാലിയാബോറിൽ ജയിച്ചു വന്നിരുന്നത്. ഗൗരവ് ഗൊഗോയുടെ ഈ ഒരു ഉയർച്ചയാണല്ലോ ഈ ഹേമന്ത ബിശ്വ ശർമ്മയ്ക്ക് ശരിക്കും കോൺഗ്രസിലൊരു മറ്റേ ഒരു അടുത്ത നേതാവാകുക എന്നുള്ളൊരു കാര്യമൊക്കെ സാധിക്കാതെ വന്നത്. അതുകാരണം തന്നെ ഹേമന്ത് ബിശ്വ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കലിയാബോറിനെ തകർക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു പേഴ്സണൽ അജണ്ട കൂടെയാണ്. ഇപ്പൊ മണ്ഡലം കാസിരംഗയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷവും ഈ ടി ട്രൈബ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 6 മറ്റേ SC സ്റ്റാറ്റസിന് വേണ്ടി നിൽക്കുന്ന 6 പിന്നോക്ക ഹിന്ദു സമുദായങ്ങളിൽ ഒന്നാണ് ഈ ടി ട്രൈബ് എന്ന് പറയുന്നത്. ഈ ടി ട്രൈബിലെ വിഭാഗക്കാർക്കാണ് ഇപ്പൊ കോൺഗ്രസും ബി ജെ പിയും 2 കൂട്ടരും അവിടെ സീറ്റ് നൽകിയിട്ടുള്ളത്. കോൺഗ്രസിയുടെ ഈ റോസലീന ടീർക്ക എന്ന് പറയുന്ന ആളും ബി ജെ പിയുടെ കമാക്കിയ പ്രസാദ്, അവർ രണ്ടുപേരും ടി ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അവിടെ കുറച്ചു കാലം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഈ വെൽഫെയർ സ്കീമുകൾ തന്നെയാണ് അവര് പ്രധാനമായിട്ട് വരുന്നത്. ഈ കാലിയാബോറിൽ 2 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഈ ഗൗരവ് ഗൊഗോയ് തൊട്ടടുത്തുള്ള ജോർഹാട്ട് മണ്ഡലത്തിലേക്ക് മാറി. അപ്പൊ തരുൺ ഗൊഗോയുടെ ഒരു മകൻ എന്നുള്ള ഒരു പരിവേഷത്തിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് അസമിലൊരു വലിയ ജനകീയ നേതാക്കളുടെ ഒരാളായിട്ട് മാറാനായിട്ട് ഗൗരവ് ഗൊഗോയ്ക്ക് ഈ കാലത്തിന് സാധിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ കോൺഗ്രസിന്റെ ഉപനേതാവാണ്. പിന്നെ ഈ ജോർഹാട്ട് മണ്ഡലമാകട്ടെ ഏതാണ്ട് 70കളുടെ തുടക്കം മുതൽ ഒരു 3 തവണ അടുപ്പിച്ച് തരുൺ ഗൊഗോയ് പ്രതിനിധീകരിച്ച മണ്ഡലവുമാണ്. അത് കാരണം തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഗൗരവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അപരിചിതമായിട്ടുള്ള സ്ഥലവും ഒന്നുമല്ല. അവിടെ മറ്റേ സിറ്റിംഗ് MP ആയിട്ടുള്ള തപൻ ഗൊഗോയ് ആണ് അവരുടെ എതിരാളിയായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന തരുൺ ഗൊഗോയും തപൻ ഗൊഗോയും പെടുന്ന, ഗൗരവ് ഗൊഗോയും ഒക്കെ പെടുന്ന ഈ ബോഹോം എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹമാണ് ഇവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു 30%, ഒരു 15 ലക്ഷത്തോളം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളതെന്നാണ് വിചാരിക്കുന്നത്. അതിൽ 30% ഈ ബോഹോം കമ്മ്യൂണിറ്റി തന്നെയാണ്. ഈ ബോഹോമിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഒരു ലച്ചിത് ഫൂർക്ക എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് 125 അടി ഉയരമുള്ള പ്രതിമ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ് സ്വാഭാവികമായിട്ട് എല്ലാ പ്രസംഗവേദികളിലും ബി ജെ പി പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ മണ്ഡലത്തിൽ വളരെ ഭൂരിപക്ഷമുള്ള മിസ്സിംഗ് എന്ന് പറയുന്ന തേങ്കൽ കച്ചാടി എന്ന് പറയുന്ന 2 ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ഇടയിലും, ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ല, അവർ ഈ ട്രൈബൽ സ്റ്റാറ്റസ് വിചാരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്, ഈ 2 കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ബി ജെ പിക്ക് ഏതാണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭൂരിപക്ഷം അല്ലെങ്കിൽ അവർക്കൊരു സ്വാധീനമുണ്ട്. പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ 10 നിയമസഭാ മണ്ഡലമാണ് ജോർഹാട്ടിലുള്ളത്. അതിൽ 7ലും
BJP തന്നെയാണ് ജയിച്ചത്. BJP സഖ്യകക്ഷികളുമായിട്ടാണ് ജയിച്ചിട്ടുള്ളത്. രണ്ടെണ്ണത്തിലും കോൺഗ്രസിലും ഒരെണ്ണം സഖ്യകക്ഷിയുമായിട്ട് അവിടെ 3 എണ്ണമാണ് ഉള്ളത്. പക്ഷെ ഈ കണക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവ് ഗൊഗോയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഇതുള്ളതല്ല. കാരണം അതിനപ്പുറത്തേക്ക് ഗൗരവ് ഗൊഗോയ്ക്ക് ആ മണ്ഡലത്തില് വലിയ ഒരു സ്വാധീനം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷന് ശേഷവും മറ്റേ അവിടെ വലിയ പ്രചരണം നടത്തിയിരുന്നത്. അതായത് ഗൗരവ് ഗൊഗോയ്ക്കെതിരെയുള്ള പ്രചരണത്തിന് മറ്റേ തപൻ ഗൊഗോയ് എന്ന് പറയുന്ന സിറ്റിംഗ് MP ഒന്നുമല്ല, ശരിക്കും മുഴുവനായിട്ട് നിന്ന് പ്രചരണം നടത്തിയിരുന്ന ഒരാള് ഈ ഹേമന്ത് ബിശ്വ ശർമ്മയായിരുന്നു. പുള്ളിയുടെ ഒരു പേഴ്സണൽ അജണ്ടയായിട്ട് ഗൗരവ് ഗൊഗോയെ തോൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തിരുന്നു. അത് കാരണം തന്നെ ഈ അവിടുത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ ഭൂപേൻ ബോറോ കഴിഞ്ഞ ദിവസം ഇലക്ഷന് ശേഷവും പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ജോർക്കോട്ടിൽ ഗൗരവ് ജയിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനായിട്ട് ഹേമന്ത ബിശ്വ ശർമ്മ തയ്യാറാകുമോ എന്നുള്ളത്, അഥവാ അവിടെ കോൺഗ്രസ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് രാജീവ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു അസം ഗണപരിഷത്തിന് പഴയ ശക്തിയില്ല. അവിടുത്തെ നേതാക്കളും അണികളും ഒക്കെ ഏതാണ്ട് BJP ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. NDAയിൽ സഖ്യകക്ഷിയായ അവർക്ക് BJP നൽകിയ സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങളാണ്. AGPയുടെ സാന്നിധ്യം ഈ മണ്ഡലങ്ങളിൽ NDAക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായകമാകൂ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസം ഗണപരിഷത്ത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദമായിട്ട് ആവർത്തിക്കല്ലേ, എന്നാലും അവരുടെ സംഘടനാ ശേഷി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP വലിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം തന്നെ അവരെ കൊണ്ട് വലിയൊരു പ്രയോജനം പല സ്ഥലത്ത് ഉണ്ടാവില്ല. പക്ഷെ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് ഇവര് കുറച്ചുകൂടി ഈ പറഞ്ഞ ഈ നല്ലി കൂട്ടക്കൊല മുതൽ അവരൊരു ആന്റി മുസ്ലിം ഒരു ഫേസ് അവർക്ക് ഉള്ളത് കൊണ്ട് ഈ ഹിന്ദു വോട്ടുകൾ ചിതറിപ്പോവാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക് പ്രതീക്ഷ. ഹിന്ദു മുസ്ലിം വൈകാരികത ഈ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഒന്നിലധികം മുസ്ലിം സ്ഥാനാർത്ഥികൾ, കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്. പലപ്പോഴും അവിടെ ഹിന്ദു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അത് മറ്റേ AGPയുടെയോ അല്ലെങ്കിൽ BJPയുടെയോ സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അതായത് അവരുടെ ഇതിൽ നിന്ന് മാത്രമാണ് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഉള്ളത്. അവിടെ മറുഭാഗത്ത് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ പലരുമുണ്ട്. അപ്പോ ഈ ഹിന്ദു വോട്ടുകൾ ചെതറിപ്പോവാതിരിക്കുകയും മുസ്ലിം വോട്ടുകൾക്ക് വളരെ ചെതറിപ്പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ AGPയെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ഒരു വലിയ സാന്നിധ്യമോ അല്ലെങ്കിൽ ഇതോ ഒരു എന്ന് പറയുന്ന സ്വാധീനമോ ഇപ്പം അസം ഗണപരിഷത്തിന് അവിടെ സംസ്ഥാനത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നമ്മൾ നേരത്തെ കോൺഗ്രസിൻ്റെ അപ്പർ ആസാമിൽ പ്രത്യേകിച്ച് ഗൗരവ് ഗൊഗോയുടെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു. കോൺഗ്രസ് അവിടെ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അസം ജാതീയ പരിഷത്ത്, അഖിൽ ഗൊഗോയുടെ റൈജോർദൾ എന്നിവയൊക്കെ ആയിട്ടാണ്. കോൺഗ്രസ് 13 സീറ്റിലും അസം ജാതീയ പരിഷത്ത് 1 സീറ്റിലും മത്സരിക്കുന്നു. ഇന്ത്യ സഖ്യം അസമിലില്ല. AAP, CPM, CPI ഇതൊക്കെ ഓരോ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 4 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ശ്രീധരൻ, എന്താ തോന്നുന്നത്, ഈ അസം ജാതീയ പരിഷത്തുമായിട്ടുള്ള സഖ്യം കോൺഗ്രസിന് തുണയ്ക്കുമോ? പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ അവരുടെ നിലപാട് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിരിക്കാനുള്ളൊരു സാധ്യതയില്ലേ? എനിക്ക് പക്ഷെ അസം ജാതീയ പരിഷത്തിന്റെ ഒരു സഹായം കോൺഗ്രസിന് ഗുണമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ ഒരു നിലപാടുകളിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ഈ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ അവരുടെ BJPയുടെ പൗരത്വ നിയമ ലോജിക്കിനെ ഈ ശക്തമായിട്ട് എതിർക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് ഈ അസം ജാതീയ പരിഷത്ത്. അസമിന്റെ ഒരു പഴയ ഒരു കോർ കുടിയേറ്റ വിരുദ്ധ പ്രാദേശികവാദം ഉണ്ടല്ലോ, അതാണ് ഈ അസം ജാതീയ പരിഷത്തിന്റെ ഒരു രാഷ്ട്രീയ അടിത്തറ. അപ്പൊ ഒരു കാലത്ത് അസമിൽ ഭയങ്കര വിൽപ്പന ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ആലോചനയായിരുന്നല്ലോ അത് വളരെ പ്രാദേശികവാദമുണ്ട്, അതിലൊരു സ്വാഭിമാന ബോധമുണ്ട്, തദ്ദേശവാദമുണ്ട്. അതിനെ ഒരു ആന്റി മുസ്ലിം പ്രോ ഹിന്ദു ആക്കി മാറ്റിയത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഒരു 3 പതിറ്റാണ്ടോടുകൂടി RSS പതുക്കെ ചെയ്യാൻ ദേശീയ തലത്തിൽ തന്നെ പ്രചരിക്കപ്പെടുന്ന ഒരു ആന്റി മുസ്ലിം സെന്റിമെന്റ്സിന്റെ ഒരു പുറത്തുമായിട്ടാണ്. പക്ഷെ അസം ജാതീയ പരിഷത്ത് ഈ കോർ വാല്യൂവിലേക്ക് തിരിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവർ ഈ തദ്ദേശാഭിമാനം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ ഉയർത്തിപ്പിടിക്കുകയും അവരുടെ പ്രകടനങ്ങളിലും സമ്മേളനങ്ങളിലൊക്കെ വളരെ കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ അത് കാരണം തന്നെ ഈ ഹിന്ദു ഒരു ഇതിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ BJPക്ക് അനുകൂലമായിട്ട് ആലോചിച്ചിരുന്ന തദ്ദേശീയമായ ആസാം ഒരു വൈകാരികതയുള്ള വോട്ടർമാരുടെ ഇടയിൽ ഇളക്കമുണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ അസം ജാതീയ പരിഷത്തിന് പലയിടത്തും നമുക്ക് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ പ്രശ്നം വന്നതിന് ശേഷം ഇവർ സംഘടിപ്പിക്കുന്ന ഈ റാലികളെ കുറിച്ചിട്ടുള്ള
ഒരു പൊതുചിത്രത്തിൽ നിന്ന് നമുക്ക് അത് വളരെ ക്ലിയർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൂടെ കൂട്ടാനായിട്ട് സ്വാഭാവികമായിട്ടും മറ്റു BJPക്ക് താല്പര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇവർ പൂർണ്ണമായും ഈ CAA എന്ന് പറയുന്ന നിയമത്തിനെതിരായതോടുകൂടി BJPക്ക് ഇവരെ കൂടെ കൂട്ടാനായിട്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നു. അത് കാരണം തന്നെ ഇവര് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തദ്ദേശീയ വൈകാരികതയെ അവർ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ ഈ BJPയുടെ വോട്ടിൽ ചെറിയ ഷിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റുമെന്നുള്ളതാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ട് അവർ ആലോചിക്കുന്ന കാര്യം. അത് ഗുണകരമാകും എന്ന് തന്നെയാണ് എന്റെയും ഒരു തോന്നൽ. റൈറ്റ്. ഇപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അവിടെ ഇന്ത്യ സഖ്യമില്ല. തൃണമൂലും APയും CPIയും CPM ഒക്കെ വേറിട്ട് മത്സരിക്കുന്നു. ബംഗാളി സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ തൃണമൂലിന് ചെറിയ സ്വാധീനമുണ്ട്. CPMന് ഒരു മണ്ഡലത്തിലെങ്കിലും അവിടെ ഒരു ചെറിയ പോക്കറ്റുണ്ട്. ഈ കക്ഷികളൊക്കെ മാറി മാറി മത്സരിക്കുന്നത് ഈ BJP വിരുദ്ധ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന ഒരു സാഹചര്യം അസമിലുണ്ടാവുമോ? ചെറുതായിട്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ രാജീവ് പറഞ്ഞ മാതിരി ബംഗാളി വോട്ടുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് മറ്റേ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ആന്റി BJP ആയിട്ട് വരേണ്ട ഒരു വോട്ടാണ്. അത് കോൺഗ്രസിലേക്ക് ഏകീകരിക്കാൻ മാത്രമേ അവിടെ മറ്റേ BJPക്ക് എതിരായിട്ടുള്ള ഒരു സാധ്യത തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ തൃണമൂലാണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും പൂർണ്ണമായിട്ടും ഒരു ഊന്നുന്നത് ഈ പറയുന്ന ഈ ബംഗാളി സ്പീക്കിംഗ് വോട്ടുകളാണ്. അത് ബംഗാളി ഹിന്ദുക്കളായിക്കോട്ടെ ബംഗാളി മുസ്ലിം ആയിക്കോട്ടെ ആ വോട്ടുകളെയാണ് ഇവര് ഊന്നലുണ്ടാക്കുന്നത്. അത് കാരണം തന്നെ വളരെ ടൈറ്റ് ആയിട്ട് മത്സരം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടു കൂട്ടരും വലിയ നിർണായകമായി മാറാനായിട്ട് പറ്റും. പക്ഷെ ഇടതുപക്ഷം എനിക്ക് തോന്നുന്നത് അവർ ബംഗാളി സ്പീക്കിങ്ങിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റികൾ തന്നെയാണ്. അത് നേരത്തെ ഉള്ളൊരു പരമ്പരാഗതമായിട്ടുള്ള ചില ട്രൈബൽ പ്രദേശങ്ങളിലാണ് അവർക്ക് ഒരു സ്ട്രെങ്ത് ഉള്ളത്. അതാണെങ്കിൽ വളരെ എണ്ണത്തിൽ കുറവാണ്. ഒരു സീറ്റിൽ അവർക്ക് കുറച്ചധികം ഉണ്ട്. പക്ഷെ അത് ഒരു കോൺഗ്രസിന്റെ ഒരു ഇതിനെ അങ്ങനെ എത്രമാത്രം ഹേർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ തൃണമൂലോ ആം ആദ്മി പാർട്ടിയോ കൂടുതൽ വോട്ട് പിടിക്കുകയും ആ പ്രദേശത്ത് ഒരു ടൈറ്റ് മത്സരം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിന്റെ സാധ്യത കാര്യമായി ബാധിക്കാനുള്ള ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. സംസ്ഥാനത്തെ മൂന്നാമത്തെ പ്രധാന കക്ഷി, അതായത് സംസ്ഥാന നിയമസഭയിൽ രണ്ടാമത്തെ പ്രതിപക്ഷ കക്ഷി, അത് ബദറുദ്ദീൻ അജ്മൽ നേതൃത്വം നൽകുന്ന AUDF ആണ്. ഒരു 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 4 സീറ്റിൽ അവർ മത്സരിച്ചിരുന്നു. ഇത്തവണ 3 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടുമായി സഖ്യമുണ്ട് അവർക്ക്. 2 സീറ്റിൽ അവർ BPFനെ പിന്തുണയ്ക്കുന്നുണ്ട്. AUDFൻ്റെ നേതാവ് ബദറുദ്ദീൻ അജ്മൽ തുടർച്ചയായി വിജയിക്കുന്ന ധുബ്രി മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ റാക്കിബുൾ ഹസനാണ് പ്രധാന എതിരാളി. NDAയിൽ നിന്ന് AGP സബേദ് ഇസ്ലാമിനെയും മത്സരിപ്പിക്കുന്നു. ഈ ന്യൂനപക്ഷ വോട്ട് AUDFനും കോൺഗ്രസിനും ഇടയിൽ ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യത അത് വളരെ ശക്തമല്ലേ അവിടെ? അത് വളരെ ശക്തം തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോ ബദറുദ്ദീൻ അജ്മലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിന് വലിയ ഒരു ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ആ പ്രദേശത്ത് സാന്നിധ്യവും അല്ലെങ്കിൽ സ്വാധീനവും ഉള്ള ഒരാളാണ്. ഇവർ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അവിടെ AGP ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ ഒരു പ്രശ്നം അവിടെ ഇവർക്ക് നേരിടുന്നില്ല. അവിടുത്തെ പ്രധാന മത്സരം ഈ കോൺഗ്രസും AUDFും തമ്മിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ മുസ്ലിം മേഖലയിൽ സ്വാഭാവികമായിട്ടും ഇവര് അകന്നു നിൽക്കുന്നത് ഇവർക്ക് പ്രശ്നമാണ്. പക്ഷെ കോൺഗ്രസ് AUDFന്റെ ഒപ്പം കോൺഗ്രസ് ചേർന്നിരുന്നതെങ്കിൽ ഈ ബ്രഹ്മപുത്ര വാലിയിലും അപ്പർ ആസാമിലും എല്ലാം BJPക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നേനെ എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട്. കാരണം ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോ കോൺഗ്രസും BJPയും ഒരുപോലെ ഇവരൊരു തീവ്രവാദ പാർട്ടിയാണ് എന്നുള്ള മട്ടിൽ ആരോപിക്കുന്നു. ഇവരാണെങ്കിൽ AUDF ആണെങ്കിൽ BJPയുടെ ഏതാണ്ട് ഒരു B ടീം പോലെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അപ്പൊ അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള വിജയത്തിന് ഗുണമെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ അത് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഈ പ്രശ്നമുണ്ട്, ഈ മുസ്ലിം മേഖലയിൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് വലിയ കാര്യമുണ്ട്. പക്ഷെ ഈ കരീംഗഞ്ച് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളുണ്ട്. അപ്പൊ അവിടെ കരീംഗഞ്ചിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു മുസ്ലിം MP ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ അവിടുത്തെ ഈ ബംഗാളി സ്പീക്കിംഗ് ആയിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ
അവിടുത്തെ കരിയംഗഞ്ച് പോലുള്ള മണ്ഡലമൊക്കെ എപ്പോഴും മറ്റേ സംവരണ സീറ്റായിട്ടാണ് പോവാറുള്ളത്. അത് കാരണം തന്നെ അവിടെ ഒരു മുസ്ലിം MP ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഡീലിമിറ്റേഷന് ശേഷമാണ് അതിപ്പോ ഓപ്പൺ സീറ്റായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അവിടെ പോലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ADF വളരെ എഡ്ജ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഈ ബദറുദ്ദീൻ അജ്മലിനൊക്കെ വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ നടന്ന ഈ പൗരത്വ പ്രക്ഷോഭം പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ കോൺഗ്രസിനാണ് ADF-നേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ വലിയ മറ്റേ NRC-ക്കും CA-ക്കെതിരെ വലിയ സമരം നടത്തിയിട്ടുള്ള ലോക്കൽ നേതാവ്, ഇപ്പൊ കരിയംഗഞ്ചിലെ അഡ്വക്കേറ്റ് അനീസ് റഷീദ് ചൗധരി, അഹമ്മദ് ചൗധരി എന്ന് പറയുന്ന ആളുടെ, പുള്ളി മറ്റേ ഗുവാഹട്ടിയിലെ നമ്മുടെ ഈ വക്കീൽമാരുടെ സംഘടനയുടെ ഈ ബാർ കൗൺസിലിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ഈ അവിടുത്തെ പ്രാദേശിക നേതാവാണ്, കരിയംഗഞ്ചിലെ പ്രാദേശിക നേതാവാണെന്ന് മാത്രമല്ല അവിടുത്തെ പല മുസ്ലിം ഫാമിലികളുടെ കേസുകളും നടത്തുന്ന ആളാണ്. അവിടെ ADF-ന്റെ സ്ഥാനാർത്ഥി അവിടുത്തെ ഒരു പ്രാദേശിക ബിസിനസ്സുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ അപേക്ഷിച്ചിട്ട് ഈ ഹനീസ് ചൗധരിക്ക് വളരെയധികം ജനപ്രിയതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മറ്റ് കാര്യങ്ങൾ കൂടി, അവിടെ പ്രാദേശിക കാര്യങ്ങൾ കൂടി അവിടെ ഇലക്ഷനെ സ്വാധീനിക്കാനായിട്ട് കാര്യമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ നമ്മൾ പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷെ എന്നാലും സവിശേഷമായ ആസാമിലെ ഒരു കാലാവസ്ഥയിൽ ഒരുപക്ഷെ ഈ കോൺഗ്രസും AIUDF-ഉം പരസ്പരം മത്സരിക്കുകയോ അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ഒരു പ്രീ ഇലക്ഷൻ ഒരു സഖ്യത്തിന് പോവാതിരിക്കുകയോ ചെയ്യുന്നത് ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന് നല്ലത് എന്നുള്ള ചിലരുടെ അഭിപ്രായം ചിലപ്പോൾ ശരിയായേക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്. നമ്മളത് നോക്കുമ്പോൾ അസമിൽ അധികാരത്തിലാണ് BJP. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നേതാക്കൾ അവിടെ BJPക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ നമുക്ക് അവഗണിക്കാനാവാത്തൊരു ഫാക്ടറാണ് അവിടെ. വോട്ടുകൾ ചിതറിച്ച് കൂടുതൽ ജയിക്കുക എന്നുള്ളതാണ് BJPയുടെ തന്ത്രം. അത് ഈ അസമിൽ ഇക്കുറിയും വിലപ്പോവോ, അതോ CAA NRC വിരുദ്ധ വോട്ടുകൾ അത് BJPയുടെ സീറ്റെണ്ണം കുറയ്ക്കുമോ? നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസവും ദേശീയ തലത്തിലുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റ്, യാത്ര ചെയ്ത സീനിയർ ജേർണലിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വേവുകൾ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 2 തെരഞ്ഞെടുപ്പില് ആദ്യം 2014 മോഡി ഭരണകാലമായിക്കോട്ടെ, 2019 ഒരു മോഡി വേവ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ മോഡി വേവ് ഇല്ല. മോഡിയുടെ കരിസ്മ, ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു, അസാമിൽ അതൊരു വലിയ പ്രശ്നമായിട്ടും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം പല തെരഞ്ഞെടുപ്പുകളിലായി ഈ മോഡിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഇന്ത്യയുടെ അഭിമാനത്തിന് വോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു. അത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, അത് അതിനുശേഷമുള്ള 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നു. പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളിലും ഇതേ കാര്യം BJP ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കേട്ട് പഴകിയ ഒരു പ്രശ്നമായിട്ട് മാറി. പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഈ തൊഴിലില്ലായ്മ മുതൽ ഈ പറയുന്ന സംവരണം മുതൽ പല കാര്യങ്ങളും പ്രാദേശികമായ ഇഷ്യൂസ് അവിടെ വന്നിട്ടുണ്ട്. ഈ വിലക്കയറ്റം വലിയ പ്രശ്നമായിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ എളുപ്പത്തിലുള്ള ഒരു ഭിന്നിപ്പിച്ച് ആളുകളെ ഭിന്നിപ്പിച്ച് ഒരു ജയിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇത്തവണ അത്രമാത്രം വിലപ്പോകാനായിട്ട് സാധ്യതയില്ല. മാത്രമല്ല ഈ അസം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ BJP ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് സംസ്ഥാന സർക്കാരിനെ പഴി പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ല പ്രാദേശിക പ്രശ്നങ്ങൾ. പ്രാദേശിക പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വവും BJPയുടെ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും അവിടെ അവർക്ക് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ ഒരു വൈകാരികതയായിട്ട് ഉയർന്നു വരുമ്പോൾ ഒരുപക്ഷെ അവിടെ BJPക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഈസി വാക്കോവർ അവർക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ ഹേമന്ത് ബിശ്വ ശർമ്മയൊക്കെ വളരെ മറ്റേ കോൺഫിഡൻസോടുകൂടി ഈ പറയുന്ന രീതിയിൽ ഒരു 12 സീറ്റ് 11 സീറ്റ് കിട്ടുമെന്ന് ആവർത്തിക്കുന്നത് പോലെ അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 1ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ അവിടുത്തെ ഉള്ളൊരു പൊതുവികാരവും ഈവൻ കോൺഗ്രസ് പോലെയുള്ള ആളുകളുടെ ഒരു ആത്മവിശ്വാസവും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്ര എളുപ്പമായിരിക്കില്ല BJPക്ക് എന്നുള്ളതാണ്. റൈറ്റ്. അതാണ് അസമിലെ മത്സരചിത്രം. പല മണ്ഡലങ്ങളിലും ബഹുകോണമാണ് മത്സരം. പ്രാദേശിക പാർട്ടികൾ പിടിക്കുന്ന വോട്ട് ചിലയിടങ്ങളിലെങ്കിലും ഫലം നിർണ്ണയിച്ചേക്കാം. നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വലിയ ലക്ഷ്യത്തിലേക്ക്
കൂടുതൽ സംഭാവന അസമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് BJP. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 9 എന്ന് പറഞ്ഞ് ഇത്തവണ 12 ആകും എന്നൊക്കെ അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത ചുരുങ്ങുന്നു എന്നുള്ളതാണ് അസമിലെ ചിത്രം.